ബാർക്കോഴ കേസിൽ തുടരന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഉത്തരവ്. തുടരന്വേഷണം വേണമെന്ന SP R സുഗേശിന്റെ ഹർജി അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത്. ബാർക്കോഴ കേസ് അട്ടിമറിച്ചതിനു പിന്നിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിയാണെന്ന ഗുരുതരമായ ആരോപണം ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP സുഗേശൻ കോടതിയെ സമീപിച്ചത്. കേസ് ഡയറിയിൽ കൃത്രിമത്വം ചെയ്യാൻ ശങ്കർ റെഡ്ഡി നിർബന്ധിച്ചുവെന്നും കൃത്യമായ അന്വേഷണം നടത്താൻ തനിക്കായില്ലെന്നും സുഗേശൻ ഹർജിയിൽ വ്യക്തമാക്കുന്നു. ധനമന്ത്രിയായിരുന്ന KM മാണിക്കെതിരെ കുറ്റപത്രം വേണമെന്ന രണ്ടാം വസ്തുതാന്വേഷണ റിപ്പോർട്ട് ശങ്കർ റെഡ്ഡി അംഗീകരിച്ചില്ലെന്നും ഹർജിയിൽ സുഗേശൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശങ്കർ റെഡ്ഡിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തി മാണിയെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് നൽകേണ്ടി വന്നതെന്നും ഹർജിയിൽ സുഗേശൻ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ DYSP നജ്മുൽ ഹസൻ തുടരന്വേഷണം നയിക്കും. വിജിലൻസ് ഇപ്പോൾ കൂട്ടിലിട്ട തത്തയല്ലെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്നും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. അതേസമയം കേസിൽ ഒളിഞ്ഞും തെളിഞ്ഞും മുൻ ഡയറക്ടർ ഇടപെട്ടുവെന്നാണ് കേസ് ഡയറിയിൽ നിന്നും വ്യക്തമായതായും ജേക്കബ് തോമസ് വ്യക്തമാക്കി. ബാർക്കോഴ കേസിന്റെ തുടരന്വേഷണത്തിൽ നിന്നും തന്നെ ഒഴിവാക്കി തരണമെന്ന് SP സുഗേശൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 DYSP നജ്മുൽ ഹസൻ അന്വേഷണ സംഘ തലവനായത്. ഇപ്പോൾ വിജിലൻസ് കൂട്ടിലിട്ട തത്തയല്ലെന്നും കേസിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്നും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. കൂട്ടിലിപ്പോൾ തത്തയല്ലല്ലോ, എൻ്റെ പണി അഴിമതി അവസാനിപ്പിക്കാനുള്ള നടപടികളെടുക്കുക എന്നുള്ളതാണല്ലോ. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ശക്തമായ അന്വേഷണം തീർച്ചയായിട്ടും നടത്തും. കേസന്വേഷണ ഘട്ടത്തിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി ഇടപെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: പവർഫുൾ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങളും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. കേസ് ഡയറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇതിന് മറുപടി എഴുതിയിട്ടുണ്ട്. കേസ് ഡയറി കോടതിയിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരവാണ്. കേസന്വേഷണ ഘട്ടത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാതിരിക്കാനുമാണ് ആരോപണ വിധേയരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുന്നത്. എന്നാൽ ബാർ കേസിന്റെ കാര്യത്തിൽ ഇത് ഉണ്ടായിട്ടില്ലെന്നും ജേക്കബ് തോമസ് പറയുന്നു. ഏതായാലും നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായ അന്വേഷണം തന്നെ ബാർ കേസിന്റെ തുടരന്വേഷണത്തിൽ നടക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ KM മാണിക്കെതിരെ തുടരന്വേഷണം നടത്താനുള്ള വിജിലൻസ് കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള പ്രമുഖ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. ഏത് അന്വേഷണവും നടക്കട്ടെ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എന്ത് അന്വേഷണവും നടത്തിക്കോട്ടെ, ഒരു തുറന്ന പുസ്തകമാണ്. എനിക്കതിൽ ഒരു ഇതുമില്ല. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു, ഞാനതുമായി സഹകരിക്കും. കോടതിയിലിരിക്കുന്ന കാര്യമായിട്ട് ഞാൻ അതിലേക്ക് കടക്കണം. ബാർക്കോഴ കേസ് ഗൗരവമായി അന്വേഷിക്കണമെന്ന നിലപാടാണ് നേരത്തെ തന്നെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ നേരത്തെയുള്ള അന്വേഷണങ്ങളിൽ അപാകതയുണ്ട് എന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിലെത്തുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കോടതി അത് ചൂണ്ടിക്കാണിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. അത് ശരിയാണെങ്കിൽ ശരിയായ നിലപാട് കോടതി എടുക്കുന്നു എന്നാണത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കോടതിയുടെ പ്രതികരണത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം പരിഗണിച്ച് ഗവൺമെന്റ് സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ശങ്കർ റെഡ്ഡി കൊണ്ടുവന്ന് വെച്ചതും കേസ് അട്ടിമറിച്ചതും. കാരണം മാണി സാർ ആവർത്തിച്ച് പറയുന്ന മാണി സാറിനെ മാത്രമേ പ്രതിയാക്കിയുള്ളൂ. K ബാബു ഇതിനേക്കാളും വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റമാണ് ബാബു ചെയ്ത കാര്യം. ഞാൻ മറ്റതെല്ലാം കേട്ട കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളുമാണ് ഞാൻ എവിഡൻസ് ആയിട്ട് കൊടുത്തത്. പക്ഷേ ബാബുവിൻ്റെ ഒരു പാർട്ട് അസോസിയേഷൻ്റെ കൂടെ കൊണ്ടുവന്ന പൈസയുടെ ഒരു പാർട്ട് കൊണ്ടുപോയി കൊടുത്ത് എവിഡൻസ് ഞാനാണ് കൊണ്ടുപോയി കൊടുത്തതെന്ന് തുറന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് എനിക്കെതിരെ കേസെടുത്തില്ല? ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ തിരിച്ചും മറിച്ചും പറയുന്നു. ദാറ്റ് എഫക്ട്സ് ദി ക്രെഡിബിലിറ്റി ഓഫ് ദി ഒഫീഷ്യൽ കൺസേൺഡ്. ആ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസ്യത എത്രമാത്രമുണ്ട്? ആ ഉദ്യോഗസ്ഥൻ പറയുന്ന അതേപടിക്ക് എടുക്കാൻ കേരളീയ സമൂഹം തയ്യാറാകും. മാണിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു അഴിമതി കേസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിയ നിഗൂഢ ശ്രമമാണ് ഇപ്പോൾ. കേസിൽ സുഗേശൻ്റെ വെളിപ്പെടുത്തലുകൾ വളരെ ഗൗരവമേറിയതാണ്. ഒട്ടേറെ ദുരൂഹതകൾ ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് നേരായ വഴിക്ക് തന്നെ ഈ കേസ് മുന്നോട്ടേക്ക് പോകണം. കുറ്റം ചെയ്തവർ ആരായിരുന്നാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ നടത്തുന്ന ഏതൊരു ശ്രമവും സ്വാഗതാർഹം തന്നെയാണ്. കാരണം അതെല്ലാം കോടതി പരിശോധിക്കണം. ആരെല്ലാം സമ്മർദ്ദം ചെലുത്തിയാൽ റിപ്പോർട്ട് മാറ്റി എഴുതുന്ന ആളുകളാണെങ്കിൽ അവരെ തന്നെ ഈ തുടരന്വേഷണം ഏൽപ്പിച്ചാൽ എത്രമാത്രം ശരിയാകുമെന്ന് കോടതി പരിശോധിക്കേണ്ട കാര്യമാണ്. അത് കോടതിയിലിരിക്കുന്ന കാര്യമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടെങ്കിൽ അതാവാം, അല്ല മറ്റുള്ളവർ പങ്കുണ്ടെങ്കിൽ അന്വേഷണം നിഷ്പക്ഷവും സുതാര്യമായി നടത്തുന്നതിന് നമ്മൾ അനുകൂലിക്കണം.
തിരികെ വാർത്തകളിലേക്ക്. പാമൂരിൻ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ചീഫ് സെക്രട്ടറി PJ തോമസ് നൽകിയ വിടുതൽ ഹർജി തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി തള്ളി. കേസിലെ 8ാം പ്രതിയായ PJ തോമസിന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് നടപടി. പാമൂലിൻ ഇറക്കുമതിയിലെ അഴിമതിക്കുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു PJ തോമസിന്റെ വാദം. കേസിൽ TH മുസ്തഫ ഉൾപ്പെടെ 5 പ്രതികളാണ് വിചാരണ നേരിടുന്നത്. എയ്ഡഡ് കോളേജ് പ്രവേശനത്തിന് തലവരി വാങ്ങിയാൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലവരി വാങ്ങുന്നത് അഴിമതിയായി കണക്കാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് ഡിഗ്രി കോഴ്സിൽ ചേരുന്നതിനടക്കം ലക്ഷമൊക്കെ വാങ്ങുന്ന മാനേജ്മെൻറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. ഇതൊരു അപകടകരമായ മാറ്റമാണ്. കൃത്യമായ അഴിമതിയാണത്. നേരത്തെയും കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെയും മാനേജ്മെൻറ്റ് കുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും കുട്ടികളിൽ നിന്ന് ലക്ഷങ്ങളാരും വാങ്ങിയിട്ടില്ല, ഒരു പയ്യും വാങ്ങിയിട്ടില്ല, ഒരു പൈസ വാങ്ങിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ പൈസ കൊടുക്കേണ്ടതില്ല എന്നൊരു ബോധത്തിലേക്ക് ആദ്യം നമ്മുടെ നാടെത്തണം. അത് കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റായ കാര്യമാണ് എന്ന പൊതുബോധത്തിലേക്ക്. തെരുവുനായ പ്രശ്നത്തിൽ പ്രശാന്ത് ഭൂഷന്റെ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. ജനജീവിതം ദുസ്സഹമാക്കുന്ന തെരുവുനായ ശല്യത്തെ നേരിടാനുള്ള സർക്കാരിന്റെ ഇടപെടലുകളെക്കുറിച്ച് പ്രശാന്ത് ഭൂഷൺ നടത്തിയ പരാമർശങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിലുടനീളം നായ്ക്കളെ കൊന്നൊടുക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. തെരുവുനായ്ക്കളെക്കുറിച്ചുള്ള വാർത്തകൾ പേടി ന്യൂസാണെന്ന പ്രശാന്ത് ഭൂഷന്റെ നിഗമനം ശരിയല്ല. തെരുവുനായ ശല്യം പരിഹരിക്കാൻ ഉതകുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. തൃശൂരിൽ 6 മാസം പ്രായമായ കുഞ്ഞിന് കടിയേറ്റു. കുത്താമ്പുള്ളി ചാമുണ്ടി നഗറിൽ വിനോദിന്റെ മകൾ താരയ്ക്കാണ് കടിയേറ്റത്. 3 വയസ്സുകാരൻ ആദർശ്, 45-കാരനായ മുരളീകൃഷ്ണൻ എന്നിവർക്കും പരിക്കേറ്റു. വീട്ടുമുറ്റത്തിരുത്തി കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനിടെ കുഞ്ഞിനുമേൽ നായ ചാടി വീഴുകയായിരുന്നു. കണ്ണൂർ ജിഹാദ് ഗ്രൂപ്പിന്റെ പേരിൽ P. ജയരാജന് വധഭീഷണി കത്ത്. 3 മാസങ്ങൾക്കുള്ളിൽ കൊലപ്പെടുത്തുമെന്നാണ് ഭീഷണി. IS-നെ കുറിച്ചുള്ള ജയരാജന്റെ പരാമർശങ്ങൾ അവസാനിപ്പിക്കുമെന്നും ഇനി വലിയ വായിൽ പറയാൻ അനുവദിക്കില്ലെന്നും കത്തിൽ ഭീഷണിയുണ്ട്. ഇത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ തീരുമാനങ്ങളാണെന്നും തങ്ങളിൽ ഒരാൾ ജയരാജനെ കൊലപ്പെടുത്തിയിരിക്കുമെന്നും കത്തിൽ പരാമർശമുണ്ട്. DYFI പ്രവർത്തകൻ ഷമീറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 11 RSS BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവും 3.25 ലക്ഷം രൂപ പിഴയും വിധിച്ചു. തൃശൂർ 1ാം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2015 ജനുവരിയിലാണ് തൃശൂർ വടക്കേക്കാട് സ്വദേശിയായിരുന്ന ഷമീറിനെ RSSുകാർ കൊലപ്പെടുത്തിയത്. തൃശൂർ വടക്കേക്കാട് സ്വദേശിയും DYFI പ്രവർത്തകനുമായിരുന്ന ഷമീറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് തൃശൂർ 1ാം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. RSS BJP പ്രവർത്തകരും വടക്കേക്കാട് സ്വദേശികളുമായ ഉണ്ണികൃഷ്ണൻ, ചന്ദ്രൻ, ബാബു, അഭിലാഷ്, സുനിൽ, സജയൻ, അനിൽകുമാർ, രഞ്ജിത്ത്, ശ്രീജിത്ത്, സുധാകരൻ എന്നിവർക്ക് ജീവപര്യന്തം തടവാണ് വിധിച്ചത്. 2ാം പ്രതി സുരേഷ കേസിന്റെ വിചാരണയ്ക്കിടെ മരണപ്പെട്ടിരുന്നു. പ്രതികൾ ഓരോരുത്തർക്കുമേൽ കോടതി 25,000 രൂപ പിഴ ചുമത്തി. ആംസ് ആക്ട് പ്രകാരം 5,000 രൂപ വീതം അധിക പിഴയും ചുമത്തിയിട്ടുണ്ട്. പിഴ സംഖ്യയിൽ 2 ലക്ഷം രൂപ കൊല്ലപ്പെട്ട ഷമീറിന്റെ ഉമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. 2005 ജനുവരി 18-നാണ് വടക്കേക്കാട് മണികണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് പ്രതികൾ ഷമീറിനെ ആക്രമിച്ചത്. 92 സാക്ഷികളാണ് കേസിൽ ഹാജരായത്. 126 രേഖകളും 45 തൊണ്ടിമുതലുകളും തെളിവായി സ്വീകരിച്ചാണ് കോടതി വിധി പ്രസ്താവിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള കോൺഗ്രസ് ലയനവിരുദ്ധ വിഭാഗവും കേരള കോൺഗ്രസ് ബിയും തമ്മിൽ ലയിക്കാനൊരുങ്ങുന്നു. ചരൽക്കുന്നിൽ നടക്കുന്ന കേരള കോൺഗ്രസ് ബി നേതൃക്യാമ്പിലെത്തിയ സ്കറിയ തോമസാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള ലയന സാധ്യത പങ്കുവച്ചത്. നിലവിൽ ഇടതുമുന്നണിയുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും മുന്നണി പ്രവേശനം R. ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് ബിക്ക് ഇതുവരെ സാധ്യമായിട്ടില്ല. സ്കറിയ തോമസ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ലയനവിരുദ്ധ വിഭാഗത്തിൽ ലയിച്ച് ഔദ്യോഗികമായി ഇടതുമുന്നണിയുടെ ഭാഗമാകാനുള്ള ബാലകൃഷ്ണപിള്ളയുടെ നീക്കത്തിനാണ് സ്കറിയ തോമസിന്റെ പ്രസ്താവനയോടെ സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. ഇത് ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ലല്ലോ. അപ്പോൾ അതിനകത്തൊരു പ്രത്യേകിച്ചൊരു ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളെപ്പോഴും ഒന്നായിട്ട് ഉള്ള രീതിയിലാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനകത്ത് ഔദ്യോഗികമായിട്ട് ഒരു നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അറിയിക്കും.
ചരൽക്കുന്നിൽ നടക്കുന്ന കേരള കോൺഗ്രസ് ബി നേതൃക്യാമ്പിൽ ലയന സാധ്യത തള്ളാതെയാണ് പാർട്ടി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ളയും KB ഗണേഷ് കുമാർ MLAയും സംസാരിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ മുന്നണിക്കകത്ത് ധാരണയുണ്ടാകാതെ പരസ്യ പ്രതികരണത്തിന് മുതിരേണ്ടതില്ല എന്നാണ് പാർട്ടിയിൽ ഇപ്പോഴുള്ള ധാരണ. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചാലുടൻ ഇക്കാര്യത്തിൽ അന്തിമ ധാരണയുണ്ടായേക്കുമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വാർത്തകളിലേക്ക്. CPIM വയനാട് ജില്ലാ സെക്രട്ടറി C ഭാസ്കരന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം ബത്തേരി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. മലയോര മേഖലയിലെ ജനകീയ നേതാവായിരുന്നു C ഭാസ്കരൻ. കരൾ രോഗത്തെ തുടർന്നാണ് അന്തരിച്ചത്. രാവിലെ 8 മണിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. 12 മണിയോടെ കൽപ്പറ്റ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ച അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിന് വെച്ചു. ജില്ലയിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ ഇവിടെ അദ്ദേഹത്തിന് അന്ത്യോപചാരമർപ്പിക്കാനെത്തിയിരുന്നു. ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ച അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തുടർന്ന് കോട്ടക്കുന്നിലെ സ്വവസതിയിലെത്തിച്ചു. 100 കണക്കിന് ജനങ്ങളാണ് ഇവിടെയും അദ്ദേഹത്തിന് അന്ത്യോപചാരമർപ്പിക്കാനെത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, P ജയരാജൻ, TP രാമകൃഷ്ണൻ, P മോഹനൻ എന്നിവരും അദ്ദേഹത്തിന് അന്ത്യോപചാരമർപ്പിക്കാനെത്തിയിരുന്നു. വയനാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്തുലമാണ്. അകാലത്തിലുള്ള സഖാവിൻ്റെ വേർപാട് സഖാവ് C ഭാസ്കരൻ്റെ കുടുംബത്തിന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും വയനാട് ജില്ലയ്ക്കാകെയും കനത്ത നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. ബത്തേരിയിലെ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. തുടർന്ന് ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ അനുശോചന യോഗവും നടന്നു. വയനാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്ത മുൻനിര നേതാക്കളിൽ ഒരാളാണ് C ഭാസ്കരൻ. ജില്ലാ സെക്രട്ടറിയായിരുന്ന CK ശശീന്ദ്രൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴാണ് CPM ജില്ലാ സെക്രട്ടറിയായത്. ദീർഘകാലമായി CITU ജില്ലാ സെക്രട്ടറിയുമാണ്. അനൂപ് കയാർ, വയനാട്.